Oh shit. Can you help, please? പല്ലവി. ഞാൻ പല്ലവി ദേവ. എന്താ പേര്? തന്റെ ചെവിക്ക് വല്ല കംപ്ലൈന്റ് ഉണ്ടോ? പേരെന്താടോ? എന്താ പേരില്ലേ? ഉണ്ട്, പേരുണ്ട്. പിന്നെന്താ? സ്വന്തം പേര് പറയാൻ എന്തിനത്ര ആലോചിക്കുന്നേ? പാണ്ഡേശ്വരൻ രാജ്. എന്ത് പേര്? പാണ്ഡേശ്വരൻ രാജ്. എന്ത് പേരാടോ ഇത്? ഇതിലും പേരെന്താ പറയാതിരിക്കുന്നായിരുന്നു. പാണ്ഡേശ്വരം രാജ്. ഒരുമാതിരി കൊള്ളക്കാർക്കൊക്കെ ഇടുന്ന പോലെ ഉണ്ട്. ഇനി താമല കൊള്ളക്കാരനോ മറ്റോ ആണോ? കൊള്ളക്കാരനൊന്നും ആയിരിക്കില്ല. ആണോ? തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ? ഈ പേര് എവിടെയോ കേട്ട പോലെ. എവിടെ വെച്ചാ തന്നെ കണ്ടേക്കുന്നത്? ഇപ്പൊ ഓർക്കുന്നില്ല. ഒന്ന് ഓർത്ത് നോക്കൂ പ്ലീസ്. മറന്നു പറഞ്ഞില്ലേ? തന്നെ എവിടെ ഡ്രോപ്പ് ചെയ്യണ്ടേ? ഞാൻ ടൗണിലേക്കാ. ആ വഴിക്കാണോ? ഞാനും ടൗണിലേക്കാ. ടൗണിലെവിടെ? ടൗണില് എടോ വല്ല റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ എവിടേക്കാ പോണ്ടേ? ബസ് സ്റ്റാൻഡില്. ഓ, ഏത് ബസ് സ്റ്റാൻഡ്? ഈ ബസ്സൊക്കെ നിർത്തുന്ന. അതല്ലടോ. തനിക്ക് നാട്ടിൽ പോവാനാണോ അതോ സിറ്റിയിൽ എവിടെയെങ്കിലോ? നാട്ടിൽ പോവാൻ. ഓ ഓക്കെ. അപ്പൊ കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡ്. താ നാട്ടിലെവിടെയാ? എനിക്ക് വിശക്കുന്നു. എന്താ? എനിക്ക് തിന്നാൻ എന്തെങ്കിലും വാങ്ങിച്ചു തരൂ. ഓക്കെ രാജ്, ഇവിടുന്ന് നേരെ പോയി തേർഡ് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിന്റെ ബാക്ക് സൈഡിൽ പോയി കയറാം. ഹാർഡ്ലി 5 minutes walk. ഓക്കെ, നൈസ് മീറ്റിംഗ് യു. ചോദിക്കാൻ മറന്നു, രാജ് എന്താ ഇവിടെ? എനി ഇന്റർവ്യൂസ്? എൻ്റെ കയ്യിൽ നിന്നൊരു സാധനം കളഞ്ഞു പോയി. അതും തപ്പി ഇറങ്ങിയതാ. ഓ, എന്താ കളഞ്ഞു പോയത്? എന്താ പോയതെന്ന് ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് ആ സാധനം കണ്ടുപിടിക്കണം. ഗുഡ്. ഓക്കെ, ബൈ. ഓക്കെ. ഞാൻ പറഞ്ഞല്ലേ സിദ്ധാർത്ഥ്, മോർണിംഗ് ഫസ്റ്റ് ടൈം വെക്കുമ്പോൾ ഞാൻ അതിലുണ്ടാവും. ഹിയർ ഈസ് യുവർ ഏഞ്ചൽ. തമാശ കളിക്കാൻ സമയമില്ല, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോറി, എനിക്ക് ആളെ മനസ്സിലായില്ല. ആരാ? മാൻ, പല്ലവി. പല്ലവി ഹൂ? This is unbelievable. I'm your husband now? Damn! Are you stupid?
ഏതോ ഒരാൾ ഞാനാണെന്ന് വിളിച്ചാൽ അത് ഞാനാണെന്ന് വിശ്വസിക്കൂ? ഇങ്ങോട്ടല്ല, ഞാൻ അങ്ങോട്ടാ വിളിച്ചത്. What? നമ്പർ അന്ന് തന്ന ഓട്ടോഗ്രാഫ്. Whatever. അതെന്റെ നമ്പറാണ്, താൻ അങ്ങ് ഉറപ്പിച്ചു. Damn. ഡോ, താൻ എന്താണോ വിചാരിച്ചേ? വഴി കാണുന്ന പെമ്പിളാർക്കും കൂടെ നമ്പർ കൊടുത്ത് നടക്കുന്ന ഫ്ലേർട്ടാണ് ഞാനെന്ന്. You know what you mistaken? Alright? ബട്ട് ഹൗ? എനിക്കൊരു ഡൗട്ട് പോലും തോന്നിയില്ലല്ലോ. അതെ, അതെങ്ങനെ തോന്നും? അതിനെ തലക്കാത്ത കുറച്ച് മൂള കാണാം, അല്ലാണ്ട് പിന്നെ. What? Is it my signature? Okay, listen. I'm Pallavi Deva. And you're Siddharth. Original? Yeah. So, നമുക്ക്, you know, shall we start again? What? Are you mad? Listen, Pallavi. താൻ എൻ്റെ ഒരു ഫാനാണെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ പോലീസിനെ വിളിക്കാത്തത്. അല്ലെങ്കിൽ ഇത് മാത്രം മതി താൻ അകത്താക്കാൻ. എന്നെ പോലത്തെ സെലിബ്രിറ്റീസും തന്നെ പോലത്തെ ഫാൻസ് വലിയ ഹെഡേക്ക് ആണോ? സിദ്ധു, Yeah, baby. Shit. Baby. Hi. Hey. Meet Gopal, my boyfriend. who is she, Sidhu? Hey, baby. What is she doing here? She's Pallavi. She just വീട് മാറി കയറിയതാ. പാവം. Oh, is it? Huh? What's this? Shit. It's not what you think it is. Oh, I swear to God. Cheat. No, baby. I swear to God. I don't baby, want I love you. any explanation. Baby, don't say that. You baby, can live please. with her. Baby, listen. Baby, let me. I am leaving. Baby, I am baby, leaving. please. Listen, let me. No. This is why I hate girls. Baby, listen to me, please. I swear to God, I love you. Please. പല്ലവി. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ നാണം കെട്ടിട്ടില്ല. ആ വീട്ടിലേക്കുള്ള എന്റെ എൻട്രി ഒക്കെ നീ ഒന്ന് കാണുമായിരുന്നു. ഓ, ആലോചിക്കുമ്പോ തന്നെ തൊലി ഉരിക. അവനെ വിളിച്ചില്ലേ, നിന്നെ ഫോൺ ചെയ്ത് പറ്റിച്ചവനെ? അവന്റെ ഫോൺ ഓഫാ, അതൊന്നും ഓൺ ചെയ്യട്ടെ, തീർക്കും ഞാൻ അവനെ. പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്താലോ? എന്റെ അമ്മേ വേണ്ട, ഇനി അവര് കൂടി എന്നെ കളിയാക്കി കൊല്ലും. പിന്നെ ദയവ് ഇത് നീ ആയിട്ട് ഇതാരോടും പറയാൻ നിൽക്കണ്ട. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. അതെനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, നീ അത് വിട്. കഴിഞ്ഞിട്ടൊന്നുമില്ല, കുറച്ച് പ്രശ്നങ്ങൾ കൂടിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുണ്ടാവണമല്ലോ. എന്താണാവോ? അപ്പ ഇന്നലെ എന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചത് എന്റെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കാനാ. ശിവയായിട്ട്. ആ, അവൻ തന്നെ, ആ തലിപ്പൊളി. എനിക്ക് ഇപ്പൊ ഉള്ള പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ട് ദൈവം ഇതിനെ കൂടി എവിടുന്നോ ഇമ്പോർട്ട് ചെയ്ത് തന്നിരിക്കുക. എന്നിട്ടെന്താ, കൊന്നാലും സമ്മതിക്കില്ല എന്ന് ഞാൻ. എല്ലാരും കൂടി ചുറ്റും നിന്ന് നിർബന്ധിച്ചിട്ടും ഞാൻ അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ അപ്പ എന്റെ വീക്ക്നെസ് കയറി പിടിച്ചു. അതെന്തോന്ന്? എന്റെ ഷെയർ അവനെ കെട്ടിയില്ലെങ്കിൽ ഒരു ചില്ലി കാശ് പോലും തരില്ല എന്ന്. അവസാനം നിവർത്തിയില്ലാതെ ഈ സിദ്ധാർത്ഥമായിട്ടുള്ള എന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞു. ഫാമിലിയുടെ അന്തസ് തൊലച്ചല്ലോ എന്ന് പറഞ്ഞ് ഫുൾ തെറിവിളിയും കൂട്ടക്കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അവസാനം സിദ്ധാർത്ഥനെയും കൊണ്ട് ഇങ്ങോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു. നീ മൊത്തം കൊളാക്കിയില്ലേ? എടി ഒരു മിനിറ്റ്, ശ്വേത വന്നു തോന്നുന്നു, ഞാൻ വിളിക്കാം. ശ്വേത, മറ്റൊരു വാർത്തയിലേക്ക്. കുപ്രസിദ്ധ കുറ്റവാളി പാണ്ഡേശ്വരം രാജ് ജയിൽ ചാടി ഒരാഴ്ച പിന്നിട്ടിട്ടും പിടികൂടാൻ കഴിയാത്തത് മഹാരാഷ്ട്ര പോലീസിന് തലവേദനയാകുന്നു. ഒരു മലയാളി നഴ്സ് ഉൾപ്പെടെ 7 പേരെ പീഡിപ്പിച്ച കേസിൽ പോലീസ് പിടിയിലായ പാണ്ഡേശ്വരം രാജ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് യേർവാഡ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടത്. ജയിലിനുള്ളിലെ CCTV ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നും മറ്റാരുടെയും സഹായമില്ലാതെയാണ് പ്രതി ജയിൽ ചാടിയത് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിർത്തി സംസ്ഥാനമായ കർണാടകയിലേക്ക് പ്രതി രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് കർണാടക പോലീസും തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ച് പിന്നീട് അവരെ പീഡിപ്പിച്ച് കടന്നു
കളയുന്നതിൽ വിദഗ്ധനാണ് പാണ്ഡേശ്വരം രാജ്. ശരിക്കും ഇതാണ് സംഭവിച്ചത്. അല്ലാതെ ഞാൻ ഈ പാണ്ഡേശ്വരൻ രാജൊന്നും അല്ല. എവിടുന്നോ കിട്ടിയ പേരത്. പല്ലവിക്കൊന്നും വിശ്വാസമാണല്ലേ? എനിക്ക് പോലും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആരാണെന്നോ എവിടെ നിന്ന് വന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഇന്ന് നടന്ന കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ. പല്ലവി മാത്രം എനിക്ക് പരിചയമുള്ളൂ. ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. എൻ്റെ ഇൻറ്റൻഷൻ എന്ത് തന്നെയാണെങ്കിലും അതിപ്പോൾ പല്ലവിനെ ഉപദ്രവിക്കാനാണെങ്കിലും എനിക്കിപ്പോൾ ചെയ്യാറുന്നല്ലോ. എനിക്ക് വേണ്ടത് പല്ലവിയുടെ ഹെൽപ്പാണ്. പ്ലീസ്, എന്നെ എവിടെ വെച്ച് കണ്ടിട്ടെന്ന് പല്ലവി പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് ഞാൻ പല്ലവിയുടെ പിന്നാലെ വന്നത്. പ്ലീസ്, പല്ലവിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് ഉറപ്പാണ്. പ്ലീസ്. സർപ്രൈസ്. സോറി, ഫ്ലാറ്റ് ചേഞ്ച് ಮಾಡಿപ്പോയി. ഒരു സർപ്രൈസ് വേസ്റ്റ് ആയി. അയ്യോ, താനിങ്ങനെ ഓടിപ്പോയി ഡോർ ഓർക്ക. ആരെങ്കിലും കണ്ടോ? എന്നെ കെട്ടിയിട്ട് റേപ്പ് ചെയ്യാന്നല്ലേ വിചാരിക്കുള്ളൂ? അയ്യോ, അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പേര് ദോഷം ഉണ്ട് എനിക്ക്. സോറി. തനി കെട്ടൊക്കെ കഴിച്ചേ. താനീ പറഞ്ഞൊക്കെ സത്യമാണോ? സത്യമായിട്ടും സത്യമാണ്. തന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ അടിച്ചതാ. ചില ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ കേസുകൾ. എന്തായാലും ഞാൻ തന്നെ കഥയൊക്കെ വിശ്വസിച്ചു. എന്നാ ശരി, താൻ പോയിക്കോ. അയ്യോ, അത് പറ്റില്ല. താൻ വിശ്വസിച്ച പോലെ ഇനി എന്നെ വേറെ ആരും വിശ്വസിക്കില്ല. പ്ലീസ്, വേറെ വഴിയില്ലഞ്ഞിട്ടാണ്. തനിക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? പ്ലീസ്. ഞാനെന്ത് ഹെൽപ്പ് ചെയ്യാനാടോ? അല്ലെങ്കിൽ തന്നെ 1000 പ്രശ്നങ്ങളുണ്ട് എനിക്ക്. താനേ താൻ വല്ല ഡോക്ടറെ പോയി കാണും. ഇയാളെ ഞാൻ കണ്ടത്. എന്ത് പല്ലവി? എന്താ പെട്ടെന്ന്? അപ്പൊ ഇതാരാ? അത് പിന്നെ രാവിലെ വഴി സിദ്ധാർത്ഥ അയ്യർ അല്ലേ? ആണോ? അതെ, സിദ്ധാർത്ഥ അയ്യർ. തനിക്കറിയോ എന്നെ? ആരെന്ന്? എന്റെ ഹസ്ബൻഡ്. ആണോ? അന്ന് നീ പറഞ്ഞതൊക്കെ കള്ളമാണെന്നാ ഞാൻ കരുതിയത്. സിദ്ധാർത്ഥ്, ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ സിദ്ധാർത്ഥയ്യരാണോ? പതുക്കെ. അപ്പൊ ഞാൻ സിദ്ധാർത്ഥയ്യരാണോ? അപ്പൊ ഇത്രയും സമയം പറഞ്ഞൊന്നും തനിക്ക് മനസ്സിലായില്ലേ? താനല്ല സിദ്ധാർത്ഥ അയ്യർ. അപ്പൊ അവരോട് പറഞ്ഞതോ? ഓക്കെ, ഞാൻ ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. സിദ്ധാർത്ഥ അയ്യർ, ഹി വാസ് മൈ ലവർ. പക്ഷെ മരിച്ചുപോയി. അപ്പൊ ഞാനല്ല സിദ്ധാർത്ഥയ്യർ. എങ്ങനെയാ മരിച്ചത്? അത് ടിപ്പല്ലൂരി അടിച്ചിട്ട് നേരെ JCBയുടെ മുമ്പിൽ മതി. അവരാരും സിദ്ധാർത്ഥ അയ്യരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ നുണയൊക്കെ പറയുന്നത്. വെറുതെ എന്തിനാ ഞാൻ അവരെ കൂടി വിഷമിപ്പിക്കുന്നത്? അപ്പൊ അയാൾ എന്നോട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അത്
താൻ എന്നെ ഒന്ന് സഹായിക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ താൻ ഒരു പ്രാവശ്യം കൂടി സിദ്ധാർത്ഥ അയ്യരായി എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം. വെറും 2-3 മണിക്കൂറത്തെ കാര്യമുള്ളൂ. പറ്റില്ല എന്ന് പറയരുത് പ്ലീസ്. അപ്പൊ എന്റെ കാര്യം? ഓ തൻ്റെ കാര്യം. ആ തന്നെ ഞാൻ എവിടെ വെച്ചോ കണ്ടു എന്ന് പറഞ്ഞില്ലേ? അതെനിക്കിങ്ങനെ ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. എവിടെ വെച്ച? എവിടെ വെച്ചാണെന്ന് ചോദിച്ചാ നമുക്ക് ആദ്യം മൈസൂരൊക്കെ ഒന്ന് കറങ്ങാം. താൻ പോയി റെഡി ആയിട്ട് വാ, ഞാൻ ഇവരെ പറഞ്ഞിട്ട് വരാം. ഞാൻ റെഡിയാ. പിന്നെ സിദ്ധാർത്ഥ എന്നുള്ള ഈ പേരൊക്കെ ഇട്ടിട്ട് ഈ കോലത്തില് നമുക്കത് ഈ കഞ്ഞി സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റാം. മാഡം മെയിൻ ഒക്കേഷൻ മാരേജ്. രണ്ടു മൂന്ന് മിസ്സിംഗ് കേസ് ഒക്കെ കാണാറുള്ളതാ. ഇപ്പൊ എന്തോ പറ്റിയാവോ? ഞാൻ ഈ നാട്ടുകാരനല്ലെന്ന് തോന്നുന്നു. തന്റെ സ്ഥാനത്ത് ഇപ്പൊ ഞാനായിരുന്നെങ്കിലേ പുതിയൊരു പേരിട്ടൊരു പോക്കങ്ങ് പോയേനെ. ഒരു പട്ടിയും ചോദിക്കാനില്ല. അപ്പോ കേട്ടു ഫീലായിരിക്കും. എന്നാ ഞാനൊരു പോക്കങ്ങ് പോയാലോ? എന്റെ വേറെ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ എന്ന് പറയാ? ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക്. മൈക്കിൾ പോനെ. അതെ, എന്തത് കൊറേ കാലയില് കണ്ടിട്ട്. ആ വാ. മൈക്കിളോ? ആദ്യത്തെ ഒറ്റനോട്ടത്തില് എനിക്ക് ആളെ മനസ്സിലായില്ല. പക്ഷെ രണ്ടാമത്തെ ഒറ്റനോട്ടത്തില് പെട്ടെന്ന് ആളെ പിടികിട്ടി. അന്ന് മോനെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയില്ല. ഇവിടെ തന്നെ ആയിട്ട് കൂടി. അന്ന് പറഞ്ഞില്ലേ ബാബു, ബാബുന്റെ വീട്ടിൽ കൂടി എന്ന് പറഞ്ഞാ മാർക്കറ്റിൽ പോവുക, ബാബുന്റെ കുട്ടികളെ നോക്കുക, അങ്ങനൊക്കെ അങ്ങോട്ട് കൂടി. കാര്യൊന്നുമില്ല, എന്നാലും 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ട്. അതെന്നെ ഒരു ആശ്വാസം. ഒരു പഴംപൊരി ഉണ്ടെന്നാണോ അതല്ലാന്നാണോ പഴംപൊരി? അതൊന്നും ഇവിടെ കിട്ടില്ല. ചാട്ടെന്തെങ്കിലും പറയട്ടെ. അത് കഴിക്കുന്ന സാധനമാണോ? അത് പോന്നോട്ടെ. ഒന്ന് മസാൽപുരി. പേരെന്താ പറഞ്ഞേ? ശ്രീധരൻ നായര്. അതല്ല, നേരത്തെ അങ്കിള് പിന്നെ വേറൊരു പേര് വിളിച്ചില്ലേ? ആ, ശ്രീധരൻ നായർ അത് എന്റെ പേര്. മോന്റെ പേര് മൈക്കിൾ. മൈക്കിൾ. അതിന് കൂടുതൽ വാലുണ്ടായിരുന്നില്ല. അതെന്താ? ഞാനതങ്ങ് മറന്നു. എവിടെ വെച്ചിട്ടാ ഇവനെ കണ്ടത്? ഇവിടെ വെച്ചിട്ട് മൈസൂര്, അന്ന് ബസ്സില്. പറഞ്ഞ സാധനം വന്നില്ല ഇതുവരെ. മൈക്കിൾ. മൈക്കിൾ നല്ല പേരല്ലേ? എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. തനിക്കത് ചേരുന്നില്ല. മൈക്കിൾ നല്ല പേരാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പേര് മാത്രം കിട്ടിയിട്ട് എന്താ ചെയ്യാനാ? മൈസൂർ തന്നെ ഇപ്പൊ എത്ര മൈക്കിൾ ഉണ്ട്? മൈക്കിൾ ജാക്സന്റെ പേര് വരാ മൈക്കിൾ എന്നല്ലേ? അതാരാ? അത് വിട്. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇനി എന്താ ചെയ്യാനാ പ്ലാൻ? അറ്റ്ലീസ്റ്റ് ഒരു പേര് കിട്ടിയില്ലേ? അത് വെച്ച് നമുക്ക് താനെന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? താൻ പക്ഷെ സിദ്ധാർത്ഥ അയ്യരാണെന്ന് പറഞ്ഞ് എന്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ടുള്ളതാ. അത് മറക്കരുത്. ഏതൊരു അമ്പലത്തിലേക്കല്ലേ? അത് ഞാൻ പറയാം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ വെച്ച് താൻ ഞാൻ എടോ തന്നെ ഒരു പരിചയം ഇല്ലാതിരുന്നിട്ടും ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തില്ലേ? അപ്പൊ താനും എന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? പല്ലവി എന്റെ അടുത്ത് എന്ത് ഹെൽപ്പ് ചോദിച്ചാലും ഞാൻ ചെയ്തു തരും. പ്രോമിസ്. താൻ നാളെ എന്നെ ഒന്ന് കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാനോ? എടോ റിയൽ കല്യാണമൊന്നുമല്ല, ഒരു പറ്റിപ്പ് കല്യാണം. പറ്റിപ്പ് കല്യാണം? എടോ താനിപ്പോ സിദ്ധാർത്ഥ അയ്യരല്ലേ? ആ സിദ്ധാർത്ഥ അയ്യരാണ് നാളെ എന്നെ കല്യാണം കഴിക്കാനിരുന്നത്. ചില പ്രത്യേക കാരണങ്ങൾ കാരണം പുള്ളിക്ക് നാളെ വരാൻ പറ്റില്ല. അതുകൊണ്ടാ. പിന്നെ സിദ്ധാർത്ഥ മരിച്ചിട്ടില്ലേ? യാ പാവം മരിച്ചുപോയി.
തനിക്ക് തന്റെ അപ്പയെടുത്ത് പറഞ്ഞാ പോരെ? അത് ശരിയാവില്ല. എനിക്കെന്നെ കാശ് കിട്ടില്ല. കാശോ? എടോ, എന്റെ കല്യാണം നടന്നാലല്ലേ അപ്പ എന്റെ ഷെയർ തരൂ. എന്റെ ഷെയർ കിട്ടിയാലല്ലേ എനിക്ക് സ്പെയിന് പോകാൻ പറ്റൂ. ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. നാളെ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകുന്നു, ജസ്റ്റ് ഒരു മാല ഇടുന്നു, അവിടുന്ന് എന്റെ വീട്ടിലേക്ക് പോകുന്നു, അപ്പ എനിക്ക് എന്റെ ഷെയർ തരുന്നു, അതും വാങ്ങി ഞാൻ നേരെ സ്പെയിനിലേക്ക്. സിമ്പിൾ. അതിനു മുൻപ് നമ്മൾ ഈ മൈക്കിൾ ആരാണെന്ന് കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്പെയിനിലേക്ക് പോകുന്നു. സിമ്പിൾ. എന്നാലും ഒരെന്നാലും ഇല്ല. തന്നെ കണ്ടത് ജയാനഗറിൽ വെച്ചിട്ടാണോന്ന് എനിക്കൊരു ചെറിയ സംശയം. അതോ ഇനി അശോക് നഗറിലാണ്? ജയാനഗർ തന്നെ. ഞാൻ ആലോചിക്കുവായിരുന്നേ, എനിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകും. ഒരു ദിവസം ഒരാൾ എല്ലാം മറന്നു എന്ന് വെച്ചാ ഇതൊരെണ്ണമെല്ലാം കഴിയും. അറിയില്ല, ഞാനും ആദ്യമായിട്ടാണ്. ತಗೊಳ್ಳಿ. ತಗೊಳ್ಳಿ. കെട്ടിയോ? ഇല്ല, ഭാഗ്യം. എന്താ ശിവ, എന്തായി കാണിക്കണേ? എടാ സിദ്ധാർത്ഥ് അയ്യറെ, പാട്ടുകാരാ, നിർത്തി തരണം എന്റെ പാട്ടും കൂത്തും. ഓ, എന്റെ അങ്ങളെ പറയാം, ധൃതി പിടിക്കില്ലേ. ആദ്യം ഒരു ബിൽഡപ്പ് ഒക്കെ വേണ്ടേ? ഇത് ഇന്നത്തെ ഉദയവാണി പത്രം. ഇതിൽ എന്താ എഴുതിയേക്കുന്നെന്ന് നിനക്കറിയാമോ? കന്നഡ ഗൊത്തില്ല. നീ ഗൊത്തണ്ടടാ, ഗൊത്താൻ ഇവിടെ വേറെ ആളുകളുണ്ട്. എടാ ശിവ, നീ കല്യാണം മുടക്കോ? ഈ കല്യാണം മുടങ്ങും, പക്ഷെ കുറച്ച് മാറ്റങ്ങളോടെ ഇവിടെ വെച്ച് നടക്കുകയും ചെയ്യും. അത് പിന്നെ പറയാം. ഇതില് നിങ്ങളെല്ലാരും ഞെട്ടിക്കുന്ന ഒരു വാർത്തയുണ്ട്. ഞെട്ടാൻ റെഡി ആയിക്കോ. 3 ദിവസം മുമ്പ് മൈസൂർ ബാംഗ്ലൂർ ഹൈവേ വെച്ചൊരു അപകടം ഉണ്ടായി. എന്നിട്ടെന്താ അതിലുണ്ടായിരുന്നു തട്ടിപ്പ്. ശിവ, നിനക്ക് എന്താ വേണ്ടത്? അതായത് സിദ്ധാർത്ഥ് അയ്യർ എന്ന കള്ളപ്പേരിൽ ഇവിടെ വന്ന് നമ്മളെയൊക്കെ പറ്റിക്കുന്ന ഈ തെണ്ടി അപകടത്തിൽ മരിച്ചുപോയി ഓമനക്കുട്ടനാണ്. അതെ, മരിച്ചുപോയി ഓമനക്കുട്ടൻ. പടമുണ്ട്. രണ്ടുപേരും കൂടെ ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കായിരുന്നല്ലേ? എന്തായാലും നീ മരിച്ചു എന്ന് പത്രത്തിൽ വാർത്ത വന്നു. ഇനിയിപ്പൊ നീ ജീവിച്ചിരിക്കുന്ന മോശമല്ലടാ. ആ താലിയും കൊടുത്താടാ, ആടാ ഇങ്ങോട്ട്.
പോയി പിടിയടാ. എന്ത് എന്തൊക്കെയാ അവൻ പറഞ്ഞത്? ഞാൻ മരിച്ചെന്നോ? അതെങ്ങനെ ശരിയാവും? ശരിക്കും നീ ആരാ? അതല്ലേ എനിക്കും അറിയാത്തത്. ഒരു ദിവസം രാവിലെ എല്ലാം മറന്നു പോവാം, എന്നിട്ട് മരിച്ചു എന്ന് പറഞ്ഞ് പത്രത്തിൽ ന്യൂസ് വരും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ എനിക്കെല്ലാം മനസ്സിലായി. എന്റെ പ്ലാൻസ് ഒക്കെ പൊളിഞ്ഞു. ഇനി എന്ത് പറഞ്ഞിട്ടാ ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുക? ഒരു 5 പൈസ എനിക്ക് കിട്ടുന്ന തോന്നുന്നില്ല. ഗോസ്റ്റ് ഹണ്ടിങ്, മണ്ണ കട്ട, ഒരു കോപ്പോലും നടക്കില്ല. അതിന് ഞാൻ എന്താ ചെയ്തു? അല്ലെങ്കിലും തനിക്ക് തന്റെ കാര്യം മാത്രം മതിയല്ലോ, ബാക്കിയുള്ളവരോടും. അതേടോ, എല്ലാം എന്റെ മിസ്റ്റേക്കാ. നടു റോട്ടിൽ ആന ഏത് ചേന ഏതെന്ന് തിരിച്ചറിയാൻ നിന്ന് നിന്നെയൊക്കെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയില്ലേ? എന്നെ പറഞ്ഞാ മതി. ഹെൽപ്പ്? തന്റെ പ്ലാൻസ് നടക്കണം, അതിനല്ലേ തന്നെ വിളിച്ചോണ്ട് പോയത്, അല്ലാതെ എന്നെ അങ്ങ് സഹായിച്ച് രക്ഷിക്കാനൊന്നുമല്ലോ. അതെ, എന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി തന്നെയാ, അല്ലാതെ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടാനായിട്ടേ എന്റെ ബോധം പോയിട്ടൊന്നുമില്ല. അപ്പൊ താൻ എന്നെ തന്റെ മറ്റെടുത്ത് വെച്ച് കണ്ടെന്ന് പറഞ്ഞൊക്കെ നുണയായിരുന്നല്ലേ? അതെ, തന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഒറ്റ പ്രാവശ്യം കണ്ട എന്നെ അബദ്ധമായല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പഴാ അതെ, എന്നാ പിന്നെ തനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി അങ്ങ് ഓടിയ മതിയായിരുന്നില്ലേ? ഇതിപ്പോ ഞാനും കൂടി ചേർന്ന് പ്ലാൻ ചെയ്താന്നല്ലേ എല്ലാവരും വിചാരിക്കാം. താനും കൂടിയല്ല, താൻ മാത്രമാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത്. എനിക്ക് ഇങ്ങനെ കള്ളത്തരൊന്നും കണ്ട് ശീലമില്ല. എന്താ ഉറപ്പ്? ഡോ, തനിക്ക് എന്താടോ ഇത്ര ഉറപ്പ്? തന്നെ കണ്ടാൽ അറിയാലോ ഒരു ഫ്രോഡാണെന്ന്. ഓർമ്മ പോയി, ബോധം പോയി, ഇനി എങ്ങോട്ട് പോകണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. എന്തൊക്കെയായിരുന്നു ഇപ്പതാ ചത്തെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസും. ഫ്രോഡ് ഫ്രോഡ് ഞാനല്ല, നീയാ. വീട്ടുകാരുടെ കാശ് എടുത്ത് മാറ്റിക്കൊണ്ട് ഫോറിൻ ട്രിപ്പ് പോകാനല്ലായിരുന്നു നിന്റെ പ്ലാൻ. കള്ളി, പേരും കള്ളി. ഡോ, തന്റെ ഈ പൊട്ടക്കഥ ദയവ് ഇതിനി ആരോടും പറയാൻ നിൽക്കണ്ട. ആരും വിശ്വസിക്കാൻ പോണില്ല. എനിക്ക് തന്നെ ഇപ്പൊ ചില ഡൗട്ട്സ് ഒക്കെ തോന്നുന്നു. അതെ, ആ SI പറഞ്ഞ പോലെ വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോയാലോ? അതിനെനിക്ക് വട്ടൊന്നുമില്ലല്ലോ. എടോ, നമുക്ക് എന്റെ വീട്ടിലേക്ക് എന്നെ തിരിച്ചു പോയാലോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിച്ച് കിട്ടുന്ന പൈസയും കൊണ്ട് നമുക്ക് സ്ഥലം വിടാം. പിന്നെ തരം പോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാലോ. മാഡം, എന്റെ ഓർമ്മയെ പോയിട്ടുള്ളൂ, ബുദ്ധി പോയിട്ടില്ല. തന്റെ വാക്കും വിശ്വസിച്ച് ഞാൻ തന്റെ വീട്ടിലേക്കും പറഞ്ഞു. എന്നാലേ താനിവിടെ ഇറങ്ങി, എനിക്ക് പോണം. ഞാൻ ഇവിടെ ഇറങ്ങുള്ളൂ. എന്നിട്ട് താനെന്ത് ചെയ്യും? വേറൊരുത്തനെ വിളിച്ചോണ്ടിട്ട് അവനല്ല ഇവനാണ് ശരിക്കുള്ള സിദ്ധാർത്ഥ എന്ന് പറഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ആദ്യം എന്റെ പ്രശ്നം സോൾവ് ചെയ്യാം, എന്നിട്ട് തന്റെ കൂടെ വീട്ടിലേക്കോ ഏത് നരകത്തിലേക്കോ വേണമെങ്കിൽ ഞാൻ. എടോ, തന്റെ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാനാണ്? തന്നെ കൊണ്ട് ഈ മൈസൂർ മൊത്തം ഞാൻ കറങ്ങിയതല്ല. ആകെ പത്രത്തിൽ വന്നൊരു ന്യൂസും ഉണ്ട്. ഓ ഷിറ്റ്. പറഞ്ഞല്ലോ പത്രം ഇവിടെ. ഓക്കെ, അതായത് ക്ലിൻറ്റോണിക്ക എന്ന ഹെയർ ഓയിൽ കമ്പനിയുടെ മൈസൂർ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരു ഓമനക്കുട്ടൻ 3 ദിവസം മുമ്പുണ്ടായി എന്ന് കരുതപ്പെടുന്ന ഒരു കാർ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകടത്തിൽ കൂടെ ഉണ്ടായി എന്ന് കരുതപ്പെടുന്ന ടാക്സി ഡ്രൈവർക്കായി തിരച്ചിൽ തുടരുന്നു. അവർക്ക് ഈ ഫോട്ടോ എങ്ങനെ കിട്ടി? ആവോ, എങ്ങനെയോ കിട്ടി. അതിന് താനെന്തിനാണോ പേടിക്കണേ? ഈ ന്യൂസിൽ പറയുന്ന പോലെ താൻ മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ.
എന്താ ഇതിന്റെ അർത്ഥം? ഒന്നിലെ ഏതെങ്കിലും ഓമനക്കൂട്ടൻ ആക്സിഡന്റിൽ മരിച്ചു, അല്ലെങ്കിൽ ഞാൻ തന്നെ ഈ ഓമനക്കൂട്ടൻ. എന്തായാലും എന്തോ ഒരു കൺഫ്യൂഷൻ നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിൽ പറയുന്ന ഈ ഓമനക്കുട്ടൻ താൻ തന്നെയാണെന്നാ. അതെന്താ താൻ അങ്ങനെ പറഞ്ഞേ? ആ കഞ്ഞി പേര് എനിക്ക് നന്നായി ചേരും, ഓമനക്കുട്ടൻ. എന്റെ പേര് ഓമനക്കുട്ടൻ എന്നൊന്നുമല്ല, ഞാൻ മൈക്കിളാ. മൈക്കിൾ. താൻ അതങ്ങോട്ട് ഉറപ്പിച്ചോ? ഈ കഴിഞ്ഞ 5-6 ദിവസത്തിനിടയിൽ എന്നെ അറിയാവുന്ന ഒരാളെ നമ്മൾ കണ്ടുള്ളൂ. അയാൾ എന്നെ വിളിച്ചത് ഓമനക്കുട്ടൻ എന്നല്ലോ, മൈക്കിൾ എന്നല്ലേ. പിന്നെന്താ? എടോ, തനിക്ക് അങ്ങനെ തോന്നണെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം? അതും കൊള്ളാം. ഈ പേര് മാത്രം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? മൈക്കിൾ ആരാന്ന് കണ്ടുപിടിക്കണ്ടേ? അയാളുടെ ജോലി, whereabouts, ലൈഫ്. തനിക്കിതൊന്ന് നിർത്താവോ? ഈ നീണ്ടു പരന്ന് കിടക്കുന്നതാണ് മൈസൂർ സിറ്റി. ഇതിനകത്ത് ഇനി തന്നെ എവിടെ പോയി തേടാനാടോ? ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. താൻ തന്നെ ഇരുന്ന് ആലോചിക്കണം തനിക്ക് എന്താ പറ്റിയെന്ന്. വേണമെങ്കിൽ ഞാനും ആലോചിക്കാം.